നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മുസ്ലിം ലീഗ് ഒരു വൈറസാണെന്നും കോൺഗ്രസിന് ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെന്നുമായിരുന്നു യോഗിയുടെ ട്വീറ്റ്. യോഗിയുടെ പരാമർശത്തിനെതിരെ പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. രംഗത്തെത്തി. ബി.ജെ.പി. സഖ്യത്തിൽ പലയിടത്തും പച്ചക്കൊടി പിടിക്കുന്നവരുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനവുമായാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയത്. മുസ്ലിം ലീഗ് വൈറസാണെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഈ വൈറസ് കാരണം രാജ്യമൊരിക്കൽ വിഭജിക്കപ്പെട്ടു. ഇന്ന് കോൺഗ്രസിന് ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ മുസ്ലിം ലീഗ് എന്ന വൈറസ് രാജ്യത്താകമാനം പടർന്നു പിടിക്കുമെന്നും യോഗി ആദിത്യനാഥ് വിമർശിച്ചു. ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ആദിത്യനാഥിന്റെ പ്രസ്താവന. രാഹുൽ ഗാന്ധി വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗിനെ നിശിതമായി വിമർശിച്ച് യോഗി രംഗത്തെത്തിയത്. കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ബന്ധം പുലർത്തുന്നതിനെയാണ് യോഗി വിമർശിക്കുന്നത്. യോഗിയുടെ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും രംഗത്തെത്തി. ലീഗിനെ കുറിച്ചുള്ള യോഗിയുടെ പ്രസ്താവന അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ പച്ചക്കൊടിയെക്കുറിച്ച് സൂക്ഷിച്ചു സംസാരിച്ചാൽ മതിയെന്നും കൂട്ടിച്ചേർത്തു. വളരെ കാലമായി UDF സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന മതേതര പാർട്ടിയാണ് ലീഗ്. ഇത്തരം പ്രസ്താവനകൾ ഇടയ്ക്കിടെ നടത്തുന്നയാളാണ് യോഗി. അത് യോഗിയെ തന്നെ തിരിഞ്ഞുകുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. UDFന്റെ UPNന്റെ സംവിധാനത്തിലുള്ള ഒരു മതേതര പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരള, അതുപോലെ IT സാക്ഷരത ഉള്ള സ്റ്റേറ്റ് കേരള. ഈ രണ്ട് റവല്യൂഷനും ലീഡർഷിപ്പ് കൊടുക്കുന്നതിൽ പങ്കുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ യാതൊന്നും പറയാൻ പറ്റൂല. അത് അവിടെ ഇരിക്കുന്ന യോഗി ആദിത്യനാഥിന് യാതൊരുവിധ ഇത് സംബന്ധിച്ച് അറിവും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന അദ്ദേഹം ഇത്തരം പ്രസ്താവനകൾ ഇടക്കിടക്ക് നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞു കുത്താറുമുണ്ട്. ഇതും തിരിഞ്ഞു കുത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP സഖ്യമുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ ഓരോരോ സംസ്ഥാനത്ത് ഏതൊക്കെയാണ് എന്ന് അവരും വിശകലനം ചെയ്യേണ്ടതാണ്. അവിടെ പിന്നെ ADMKന്റെ മുന്നണിയിലൊരു പച്ചക്കൊടി ഉണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിന് പോയ. BJP സഖ്യത്തിൽ പലയിടത്തും പച്ചക്കൊടി പിടിക്കുന്നവരുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി ഓർമ്മിപ്പിച്ചു. യോഗി ആദിത്യനാഥിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. യോഗി ആദിത്യനാഥിന്റെ ഈ പ്രസ്താവനയുടെ BJPയുടെ ഇത്തരത്തിലുള്ള നിലപാടിന്റെ രാഷ്ട്രീയം എന്തെന്ന് ഇന്ന് ന്യൂസ് നൈറ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ രാഹുൽ ഈശ്വർ, ഒപ്പം തന്നെ CPM നേതാവ് SK സജീഷ്, കൂടാതെ മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസ് എന്നിവരാണ്. ആദ്യം മുഹമ്മദ് ഷിയാസിലേക്ക്. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇന്നിപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന, ഈ പ്രസ്താവനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർധയിൽ നടത്തിയ പ്രസംഗത്തിന്റെ തുടർച്ചയെന്നോണം വേണം വായിക്കാൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ മുതൽ വരുന്ന ഒരു വർഗീയ മുഖമുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ മുഖം, അതിന്റെ തുടർച്ചയായി തന്നെയാണോ കോൺഗ്രസ് ഇതിനെ കാണുന്നത്? BJPയും RSSും ഇന്ത്യയിലെ ക്യാൻസറാണ്. ആ ക്യാൻസറിനെ ചികിത്സിക്കാനാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിനെ റേഡിയേഷനിലൂടെ, കീമോയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൈതൃകമെന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. ആ ഏകത്വത്തിൻ്റെ ഒരു പ്രതീകമാണ് രാഹുൽ ഗാന്ധി. ആ വൈവിധ്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും ആ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമായ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അവസാനത്തെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ വയനാട് പോലുള്ള എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാ വിഭാഗം ആളുകളും ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ RSSും സംഘപരിവാറും ഇതുപോലെ ജാതീയവൽക്കരിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അമേഠിയിലാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മണ്ഡലമായ വയനാടും അദ്ദേഹം മത്സരിക്കുന്നു. ഇതിനു മുമ്പും നിരവധി നേതാക്കന്മാർ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് ഏറ്റവും ശുഭപ്രതീക്ഷയുള്ള, കോൺഗ്രസിന് ജയിച്ചു വരാവുന്ന, UDFന് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ ഇത്രയധികം വർഗീയമായി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിക്ക് ശേഷം BJPയുടെ നേതാക്കന്മാരും ഈ തെരഞ്ഞെടുപ്പ് വർഗീയത കലർന്ന രീതിയിലേക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ വികസനമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയതയാണ്. ജനങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു വർഗീയത നിറഞ്ഞ ഒരു രാഷ്ട്രീയ
ചർച്ചകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലമായി നരേന്ദ്രമോദിയും കൂട്ടരും ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളിൽ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടന രൂപീകൃതമായതിനു ശേഷം ആ പാർട്ടി കേരളത്തിൽ പ്രത്യേകിച്ചും ഈ പാർട്ടി നടത്തിയിട്ടുള്ള മതേതരമായ നിലപാടുകളുണ്ട്. ഈ മതേതര നിലപാടുകളെ CH മുഹമ്മദ് കോയയെ പോലെയുള്ള ആളുകൾ, ബഷീർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകൾ, സമുന്നതനായിട്ടുള്ള ദിവംഗിതനായിട്ടുള്ള നേതാവ് പ്രിയങ്കരനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകൾ, അവരുടെ നിലപാടുകൾ എല്ലാ കാലഘട്ടത്തിലും നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളാണ്. ആ കാലഘട്ടത്തിൽ പോലും ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിക്ഷോഭ പ്രകടനങ്ങളിലേക്ക് പോകാതെ അവരെ സമന്വയത്തിന്റെ പാതയിൽ മതനിരപേക്ഷതയുടെ പാതയിൽ നിർത്തിയ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും 5 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP കൃത്യമായി തന്നെ അവരുടെ വർഗീയ കാർഡ് അവരുടെ തുറുപ്പ് ഗുലാനായി തന്നെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് ഈ ചർച്ചകൾ, അതായത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ മുഴുവൻ, ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുഴുവൻ വർഗീയതയിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ കാണുന്നത്. CPIM ഈ നിലപാടുകളെ, മതേതര രാജ്യത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ വർഗീയവൽക്കരണത്തെ CPIM ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അല്ല, നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി വരുന്നു, വയനാട് തെരഞ്ഞെടുക്കുന്നു. BJPക്ക് ഒരു ചെറിയ അവരുടെ എന്താ പറയുക ഒരു അംശം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവർക്കൊരു സ്വാധീനവുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഞങ്ങൾ നേരത്തെ ചോദിച്ചതാണ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ നാനാകോണിൽ ശക്തമായ വർഗീയ പ്രചരണം നടത്താൻ വേണ്ടി BJPക്ക് ഇത് സഹായകരമാകുന്നു എന്നത് യോഗിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാവുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അവരുടെ നിലപാടുകളോട് മറ്റെല്ലാ രീതിയിലും. പക്ഷേ യോഗി വിശേഷിപ്പിച്ച രീതിയിൽ ഒരു വൈറസായി ആ പ്രസ്ഥാനത്തെ അവതരിപ്പിക്കുക എന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. ആ രീതിയിൽ പ്രചരിപ്പിക്കാൻ ഇടം നൽകിയത് കോൺഗ്രസിൻ്റെ നിലപാടാണ് എന്ന് ലീഗ് ഉൾപ്പെടെ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം, കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം കുറയുകയാണ്. ഇപ്പോൾ ലീഗ് കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നു, അവർ കോൺഗ്രസിന് വേണ്ടി ശബ്ദിക്കുകയും ആവേശത്തോടു കൂടി പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് BJP സ്വീകരിക്കുന്ന നിലപാടാണ് നാളെ കോൺഗ്രസും സ്വീകരിക്കുന്നതെന്ന് രാജ്യത്തെമ്പാടും നമ്മൾ കാണുകയാണ്. പല വിഷയങ്ങളിലായാലും ഇപ്പോൾ യോഗി ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ അച്ചുതണ്ട് അമിത്ഷാ, അതുപോലെ തന്നെ മോദി നേതൃത്വത്തിൽ തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരു അച്ചുതണ്ട് രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അവർ രാജ്യത്ത് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഏറ്റെടുക്കുന്ന ഒരു B ടീമായി കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും മാറുന്നുണ്ട്. അതിൽ പ്രതികരിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്നതുകൂടി ലീഗ് ഉൾപ്പെടെ മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഇപ്പം ബാബറി മസ്ജിദ് വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ജോഷിയും അതുപോലെ തന്നെ ഹരീഷ് റാവത്തുമെല്ലാം നടത്തിയ പ്രസ്താവനകൾ. ജോഷി പറഞ്ഞത്, ഞങ്ങളുടെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത്, അതുകൊണ്ട് ഞങ്ങളുടെ കാലത്ത് മാത്രമാണ് അമ്പലം നിർമ്മിക്കാൻ വേണ്ടി കഴിയൂ എന്ന പ്രസ്താവനയുണ്ടായി. രാഹുൽ ഗാന്ധി തിരുത്താൻ വേണ്ടി പോയില്ല. ബീഫിൻ്റെ പേരിൽ ഈ രാജ്യത്ത് നടന്ന ആക്രമണങ്ങൾ, അതിലൊന്നും തന്നെ ഇടപെടാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതേ നയങ്ങൾ കോൺഗ്രസും തുടരുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. മധ്യപ്രദേശിലേറെ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചു. പക്ഷേ അവിടെയാണ് നമ്മൾ കണ്ടു 5 മുസ്ലിം ചെറുപ്പക്കാരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പശുവിൻ്റെ പേരിൽ ജയിലിലടച്ചു. പല നിയമസഭയ്ക്കകത്തും BJPയുടെ ഇതേ നിലപാട് കോൺഗ്രസും സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രമാതാവായി പശുവിനെ മാറ്റണമെന്ന് കോൺഗ്രസിൻ്റെ MLA ആണ് പ്രമേയം അവതരിപ്പിക്കുന്നത്, BJP ആണ് പിന്തുണയ്ക്കുന്നത്. അതുപോലെയുള്ള നിലപാടുകൾ രാജ്യത്ത് സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നതുകൂടി ചർച്ചയാകേണ്ടതുണ്ട്. അതൊന്നും തന്നെ കോൺഗ്രസ് ചർച്ച ചെയ്യുകയോ ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ തിരുത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നതുകൂടി നാം കാണുകയും അതോടൊപ്പം തന്നെ BJPക്ക് ശക്തമായി വർഗീയ പ്രചരണം നടത്താനുള്ള സന്ദേശം നൽകുക കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസ് നൽകുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടമായി നാം കാണേണ്ടത്. BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും ആയുധത്തിന് മൂർച്ച കൂട്ടിക്കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവരുടെ ആയുധത്തിൻ്റെ മുനയൊടിക്കാനുള്ള നിലപാട് സ്വീകരിക്കണം.
അത് അവരുടെ ജനവിരുദ്ധമായ നിലപാടുകൾ കൂടി ജനങ്ങളോട് തുറന്നു കാണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടത്. അതിന് കോൺഗ്രസിന് സാധിക്കുന്നില്ല. കാരണം ഇവരുടെ രണ്ട് കൂട്ടരുടെയും നിലപാട് ജനവിരുദ്ധ നയങ്ങളുടെ കാര്യത്തിൽ അതാണ് താങ്കളുടെ നിലപാട്. ദയവായി തുടരുക. ശ്രീ രാഹുൽ ഈശ്വർ, യോഗി ആദിത്യനാഥ് ഇത്തരത്തിലുള്ള വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്നത്, വർഗീയ പ്രസ്താവനകൾ നടത്തുന്നത് ഇത് ആദ്യമായല്ല. 35% ന്യൂനപക്ഷങ്ങൾ ഉള്ള സ്ഥലത്ത് മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാനേ കഴിയില്ല. യോഗ താല്പര്യമില്ലാത്തവർക്ക്, യോഗ വേണ്ടാത്തവർക്ക് ഈ രാജ്യം വിട്ടു പോകാം. ഷാരൂഖ് ഖാന്റെയും ഹാഫിസ് സയ്യിദിന്റെയും ഭാഷ ഒന്നാണ്. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ തന്നെ, വളരെ വിവാദമായ പ്രസംഗങ്ങളൊക്കെ തന്നെയും നടത്തിയിട്ടുള്ള വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്ന തീരുമാനം വന്ന ഉടൻ തന്നെ BJP സംസ്ഥാന അധ്യക്ഷന്റെ PS ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയായി വന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള വയനാട്ടിൽ മത്സരിക്കുന്നു എന്നാണ്. ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിനെ ഈ വർഗീയവൽക്കരിക്കുന്നത് വളരെ വലിയൊരു അപകടമാവുമ്പോൾ ഇങ്ങനെ യോഗി ആദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ യാതൊരു അപകടവും താങ്കൾ കാണുന്നില്ലേ? അപർണ, 2012 ഫെബ്രുവരി 24 BJPയും മുസ്ലിം ലീഗും കൂടെ ചേർന്നാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ നാഗ്പൂർ ഭരിക്കുന്നത്. അതായത് RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള നാഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങളുടെ അലയായ ശിവസേനയെ മാറ്റി മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണ് BJP അവിടുത്തെ കോർപ്പറേഷൻ ഭരിച്ചത്. അതുകൊണ്ട് ലീഗിനെ കുറിച്ച് വളരെ സമുന്നതരായ നേതാക്കൾക്കെല്ലാം ധാരണയുണ്ട്. മുമ്പിരുന്ന ശ്രീധരൻപിള്ള സാർ അടക്കം തങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാ തങ്ങൾമാരെ കുറിച്ചും CH മുഹമ്മദ് കോയ മുതൽ ഇന്ന് ശ്രീ മുനവർലി തങ്ങൾ വരെയുള്ളവരെ കുറിച്ച് പൊതുസമൂഹത്തിനൊക്കെ നല്ല അഭിപ്രായമാണ്. അതിന്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവർ കാണാം. മാത്രമല്ല ഈ അവസരത്തിൽ ഓർക്കുന്ന ഒരു കാര്യം കൂടി, കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി അവധിയാക്കിയത് പോലും ശ്രീ CH മുഹമ്മദ് കോയയുടെ കാലത്താണ്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതിൽ വേറെയാണ്. ഈ ബാബറി മസ്ജിദിന്റെ അടക്കം വിഷയങ്ങൾ പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ ശ്രീ KK മുഹമ്മദ് അടക്കമുള്ളവർ സൂചിപ്പിച്ചത് എന്താണ്? ഇടത് ചരിത്രകാരന്മാരും ഇടത് ലോബിയുമാണ് ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയം അവസാനിപ്പിക്കാതെ അതിന്റെ ഇടയിൽ ഇടങ്കോലിട്ട് നാശമാക്കിയത് എന്ന് പറഞ്ഞതൊരു KK മുഹമ്മദാണ്. ഇതിൽ ഇടതിന്റെ രാഷ്ട്രീയം ആത്മാർത്ഥതയില്ലാത്തതാണ്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് മതനിരാസവാദം ഉയർത്താനുള്ളതാണ്. ശ്രീ യോഗി ആദിത്യനാഥ് അടക്കം ഉത്തരേന്ത്യയിൽ പലർക്കും നമ്മുടെ ലീഗിനെ കുറിച്ചും അവരുടെ കൊടിയെ കുറിച്ചും ഒക്കെ ചില തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ചില ശരിയല്ലാത്ത ധാരണകൾ ഉണ്ട് എന്ന കാര്യം ഒരുപക്ഷെ സത്യമായിരിക്കാം. ഇപ്പൊ പ്രേരണാകുമാരി തന്നെ, ശബരിമലക്കെതിരെ കേസ് കൊടുത്ത പ്രേരണാകുമാരിയോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ലീഗിന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയാന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. 1000-ഓളം വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള വൈദേശിക ആക്രമണങ്ങളും മറ്റും കാരണം നോർത്ത് ഇന്ത്യയുടെ മനസ്സ് മറ്റൊരു രീതിയിലാണ് ചിന്തിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. മുസ്ലിം സഹോദരന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വാവറുടെ കാര്യമോ അല്ലെങ്കിൽ ചേരമൻ പെരുമാളുടെ കാര്യമോ ഒക്കെയാണ് ചിന്തിക്കുന്നത്. അവിടെ ഒരു പക്ഷേ നോർത്ത് ഇന്ത്യൻ ശ്രീ ശശി തരൂർ അടക്കം ഒരുപാട് പ്രഗത്ഭർ ഈ വിഷയത്തിലെ ഒരു ന്യൂവാൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യയുടെ ഒരു കലാപകലുഷിതമായ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ആയിരത്താണ്ടുകളുടെ ചരിത്രത്തിൽ ചില വിഭാഗീയതകളും മറ്റും ഉണ്ട്. ആ മുറിവുകളെ ഉണക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഏറ്റവും എല്ലാവരെയും റീച്ച് ഔട്ട് ചെയ്യുകയും പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊന്നായ സഫർ സരേഷ്വാല അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ കൃത്യമായൊരു നിലപാട്, ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന നിലപാടുകളാണ്, അത് നമുക്ക് വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഓർപ്പിക്കുകയുണ്ടായി. നരേന്ദ്രമോദിക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്ന ഒരു മുസ്ലിം മുഖമാണ് ശ്രീ സഫർ സരേഷ്വാല. അപ്പോൾ ഈ വിഷയങ്ങൾ സാമുദായികമായ യാഥാർത്ഥ്യങ്ങൾ കാണാതെ ഈ വിഷയങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ശ്രീ രാഹുൽ ഗാന്ധിയോട് ബഹുമാനമൊക്കെ തന്നെയാണ്. 45% മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം ഡോമിനേറ്റഡ് ആയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വയനാട്. അവിടെ ജനയൂധാരിയായ പൂണൂൽധാരിയായ ഒരു ബ്രാഹ്മണൻ നിന്ന് ജയിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും വർദ്ധിപ്പിക്കുമെങ്കിൽ നല്ലതാണ്, അത് വേറെ. പക്ഷേ ആ രീതിയിൽ സാമുദായികമായ സമവാക്യങ്ങളും കൂടെ നോക്കിയാണ് അവിടെ പോയത് എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഇതാണ് ഭാഷ. അതായത് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഷ ഇത് തന്നെയാണ്. 45% മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശത്ത് ചെന്ന് നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. എന്തിനാണ് പൂണൂൽധാരിയായ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ, ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ നാവിൽ നിന്ന് പോലും അക്കാര്യമാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അല്ല, രാഹുൽ ഗാന്ധിയാണ് താൻ പൂണൂൽധാരിയായ ദത്താത്രേയ എന്നാണ് എന്റെ ഓർമ്മ, ദത്താത്രേയ ബ്രാഹ്മണ കുലത്തിൽ പിറന്ന കാശ്മീരി ബ്രാഹ്മണനാണ് എന്ന് പറയുകയും രൺദീപ് സുർജേവാല എന്നവരുടെ വളരെ മുതിർന്ന സ്പോക്സ് പേഴ്സൺ അടക്കം ഈ വിഷയം അസേർട്ട് ചെയ്യുകയും ഇലക്ഷൻ വരുമ്പോൾ എല്ലാ അമ്പലങ്ങളിൽ പള്ളികളിലും പോകുന്ന എല്ലാം നല്ലതാ. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ അമ്പലങ്ങളിലും ശ്രീ രാഹുൽ ഗാന്ധി ഓടിയെത്തുകയും മറ്റും ചെയ്യുന്നത് ഒരു മൃദു ഹിന്ദു പിച്ചിനാണെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർക്കും കക്ഷി രാഷ്ട്രീയക്കാർക്കെല്ലാം മനസ്സിലാകും.
അപ്പൊ ഇതൊന്നും ആർക്കും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ മതേതരം എന്ന വാക്കുകൊണ്ട് എല്ലാം കവർ ചെയ്തു പോയാൽ ആൾക്കാർക്ക് മനസ്സിലാകില്ല എന്ന് വിചാരിക്കണം. പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധി 45% കൂടി ഡോമിനേറ്റഡ് ആയതുകൊണ്ടാണ്, അതായത് 41% നമ്മുടെ വയനാട്ടിൽ ജില്ലയിൽ സംഖ്യയെങ്കിലും 45%-ത്തോളത്തിലധികം മുസ്ലിം ഭൂരിപക്ഷമാണ് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത് എന്നൊരു സത്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ, പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ, ആ ഒരു ഫാക്ടിനെ ഫാക്റ്റായിട്ട് എടുക്കുന്നതിന് പകരം അതിനെ ഒരു വിദ്വേഷ പ്രസംഗമായി വ്യാഖ്യാനിക്കുന്നത് അത്ഭുതകരമാണ്. പ്രധാനമന്ത്രി പ്രകോപനപരമായ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ പ്രധാനമന്ത്രി സൂചിപ്പിച്ചൊരു കാര്യം, ഇത്തരം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കാണ് രാഹുൽ ഗാന്ധി പോയതെന്ന് സൂചിപ്പിച്ചത്. അതെങ്ങനെയാണ് തെറ്റാകുക? ഒരു വസ്തുത മുന്നിൽ നിർത്തി ആ കാര്യം പ്രധാനമന്ത്രിയുടെ ലെവലിൽ നിൽക്കുന്ന ഒരാൾ ചൂണ്ടിക്കാട്ടുന്നത് അത് വിദ്വേഷ പ്രസംഗമല്ലാത്ത രീതിയിൽ ഒരു വസ്തുതയായി ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ വോട്ട് ബാങ്കുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ലോ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലൊരാൾ, എന്തുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഒരു പ്രത്യേക സമുദായത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്തിന്റെ തന്നെ പ്രധാനമന്ത്രിയാണ്. അത് മറന്നുകൊണ്ടുള്ള വാക്കുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതിലേറെ വിമർശനവും അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീ മുഹമ്മദ് ഷിയാസ്, ഇതാണ് പ്രശ്നം. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജയ്പൂരിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ പ്രചരണത്തിനായി ചെല്ലുന്നു, അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്നു, പുരോഹിതന്മാരെ കാണുന്നു, പൊട്ടുതൊടുന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അതായത് ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കാനായി അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം എന്നുള്ള നിലയിൽ ഊന്നി കോൺഗ്രസ് അധ്യക്ഷൻ, AICC അധ്യക്ഷൻ മുന്നോട്ട് പോകുന്നു എന്നൊരു ആരോപണം കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ അതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ആർഗ്യുമെന്റ്സ് കൂടി നിങ്ങൾ നേരിടേണ്ടി വരും. ഒരിക്കലുമല്ലല്ലോ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ആളാണെന്ന് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പോയതുകൊണ്ട് മാത്രമാണോ നിങ്ങളത് പറയുന്നത്? ഈ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നാട്ടിലെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്, എല്ലാ വിശ്വാസ സമൂഹത്തെയും ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ്. അദ്ദേഹം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല പോകുന്നത്, അദ്ദേഹം ദർഗകളിൽ പോകാറുണ്ട്, അദ്ദേഹം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പോകാറുണ്ട്, അദ്ദേഹം മതപുരോഹിതന്മാരെ കാണാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോൾ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും. ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കരുത്. ഇവിടെ എന്താണ്? ഇവിടെ BJPയുടെയും CPMന്റെയും വാദമെന്ന് പറയുന്നത് ഒന്നാണ്. രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നു, കോൺഗ്രസിനെ എതിർക്കുന്നു. ഇവർക്ക് കോൺഗ്രസിനെ തോൽപ്പിക്കണം. BJPയുടെ ലക്ഷ്യം രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക, കോൺഗ്രസിനെ തോൽപ്പിക്കുക. അത് തന്നെയാണ് CPMന്റേതും. അദ്ദേഹം വയനാട് മത്സരിക്കാൻ വരുന്നു എന്ന് പറയുന്നത്, ഇവിടെ CPMും BJPയും പറയുന്നത് എന്താ? ഇത്ര ന്യൂനപക്ഷ മണ്ഡലം, അവിടെ എങ്ങനെ വയനാട് ന്യൂനപക്ഷ മണ്ഡലമാകുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഭൂരിപക്ഷം, നിങ്ങൾ കണക്കുകൾ പരിശോധിക്കുക. ഞാൻ ആ മണ്ഡലത്തിൻ്റെ സാമുദായിക കണക്കുകളിലേക്കൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ അവിടെ ഈ കണക്കുകൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ കണക്ക് എങ്ങനെയാണെന്ന്, എത്ര ശതമാനമുണ്ടെന്ന് നിങ്ങൾ പരിശോധിക്കുക. അവിടെ എങ്ങനെയാണ് 45% മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? കണക്കെടുത്ത് പരിശോധിക്കണ്ടേ? അത്രയൊന്നും അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു മതേതരത്വ പാർട്ടിയെ അവിടെ കോൺഗ്രസിനോടൊപ്പം UDFിനോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും നിന്നൊരു പാർട്ടി സജീവമായി നിൽക്കുന്നത് കൊണ്ട് ഇതൊരു ന്യൂനപക്ഷ മണ്ഡലമാണെന്നും ലീഗിൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തും എന്ന് പറയുന്നതും ഞങ്ങൾ അഭിമാനത്തോടെ നോക്കിക്കാണുകയാണ്. അവിടെ എല്ലാ വിഭാഗം ആളുകളും കോൺഗ്രസിനെ, രാഹുൽ ഗാന്ധിയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നു, യോഗി ആദിത്യനാഥ് പറയുന്നു, നരേന്ദ്രമോദി പറയുന്നു, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് നിന്ന് അദ്ദേഹം ഒളിച്ചോടി എന്നാണ് പറയുന്നത്. അദ്ദേഹം അമേഠിയിലല്ലേ മത്സരിക്കുന്നത്? അമേഠിയിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താനുള്ള പ്രധാന പ്രവർത്തനങ്ങളല്ലേ BJP നോക്കേണ്ടത്? ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 നിയമസഭയിലേക്കുള്ള സംസ്ഥാനങ്ങളേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ BJPയെ ജനങ്ങൾ പരാജയപ്പെടുത്തിയത്? അപ്പോൾ ഹിന്ദുത്വവാദികളായിട്ടുള്ള ഈ തീവ്ര ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന RSSന്റെയും BJPയുടെയും സമീപനങ്ങളോട് താല്പര്യമില്ല എന്നുള്ളത് ആ പ്രദേശത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് 10-15 വർഷത്തിന് ശേഷം അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. ആ ഒരു യാഥാർത്ഥ്യം CPM മനസ്സിലാക്കുന്നില്ല. CPM ഒരു തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഇത്രയധികം തരംതാന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. ഈ ജാതി രാഷ്ട്രീയമാണ് CPM എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ സദ്ദാമിനോടൊപ്പമാണോ? മുൻകാലങ്ങളിൽ CPM ഓരോ തെരഞ്ഞെടുപ്പുകളും ചോദിച്ച ചോദ്യം, അത് ഞങ്ങൾ വീണ്ടും പറയേണ്ടി വരും. സദ്ദാം ഹുസൈൻ്റെ വരണോ? നിങ്ങൾ സദ്ദാമിനോടൊപ്പമാണോ? നിങ്ങൾ ആരോടൊപ്പമാണ് എന്ന് EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് ചോദിച്ച
ചോദ്യങ്ങളും രാഷ്ട്രീയ ചരിത്രങ്ങളും ഒക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇവിടെ CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? CPM ഉദ്ദേശിക്കുന്നത് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ, ഈ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകൃതമായി ഇത് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങൾ തന്നെയാണ് BJPയും സംഘപരിവാറും ഉയർത്തുന്നത്. നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? ഈ സാമുദായിക വോട്ടുകൾ നോക്കിയിരുന്നില്ലേ? ജാതീയ വോട്ടുകൾ നോക്കിയിരുന്നില്ലേ? ഇല്ലാതെയാണോ? അതായത് മതനിരപേക്ഷത മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നോ നിങ്ങൾ ഇപ്രാവശ്യം ഈ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ തീരുമാനിച്ചത്? ശരിക്കും അത് തന്നെയാണല്ലോ. കോൺഗ്രസ് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ പ്രാതിനിധ്യം, അത് നിയമസഭയിലേക്കാണെങ്കിലും ലോക്കൽ ബോഡിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന് നിങ്ങളുടെ തന്നെ മുതിർന്ന നേതാക്കൾ ഈ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാറ്റിൻ കാത്തലിക് നേതാവിന് മാത്രമാണ്. ലാറ്റിൻ കാത്തലിക് ഭൂരിപക്ഷമുള്ള, ക്ഷമിക്കണം, ലാറ്റിൻ കാത്തലിക്കിന് കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ ലാറ്റിൻ കാത്തലിക്കിനെ നിർത്തേണ്ടി വരും എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ നിങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നത് അതപ്പോൾ മതനിരപേക്ഷതയുടെ ഭാഗമായിട്ടാണോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗം ഒരു സമുദായത്തിന് മാത്രം ഒരു മണ്ഡലം എന്നുള്ള രീതിയിൽ തീരെഴുതി കൊടുക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. പക്ഷെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളണം. അവർ താമസിക്കുന്ന, അവർക്ക് ഭൂരിപക്ഷമുള്ള അവരുടെ പ്രദേശങ്ങളിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആ സമുദായത്തിൽപ്പെടുന്ന ഒരാളെ മത്സരിപ്പിക്കുന്നത് എന്താ തെറ്റ്? നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് എന്താ? ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായ സംഘടനയുടെ, ഒരു സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ആ സംഘടനയുടെ ലക്ഷ്യം. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എത്രയോ കാലഘട്ടമായി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന നിൽക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എത്രയോ കാലഘട്ടമായി മുസ്ലിം ലീഗ് അല്ലേ? പൊതുമരാമത്ത് വകുപ്പ്, വ്യാവസായിക വകുപ്പ്, കേരളത്തിൻ്റെ ഇന്ന് കാണാവുന്ന എല്ലാ വ്യവസായ പുരോഗതിയിലും ലീഗിന് പങ്കില്ലേ? ഈ കാലഘട്ടത്തിനിടയ്ക്ക് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ എല്ലാ പുരോഗതിയിലും ലീഗിന് പങ്കില്ലേ? പൊതുമരാമത്ത് കഴിഞ്ഞ 5 വർഷക്കാലം പൊതുമരാമത്ത് വകുപ്പ് UDFന്റെ കാലഘട്ടത്തിൽ ലീഗിന്റെ സംഭാവനയായിരുന്നു. അവരായിരുന്നു ഭരിച്ചിരുന്നത്. എല്ലാ വിഭാഗം ആളുകളും ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും പുകഴ്ത്തിയത് ലീഗിന്റെ നേതാവിനെയല്ലേ? അപ്പോൾ അവിടെയൊക്കെ അത് കാണുകയും മറുഭാഗത്ത് യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെയുള്ള BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തെയും മഹാത്മാഗാന്ധിയെയും ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായല്ലോ? കേന്ദ്ര ഗവൺമെന്റ് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റ് മോഡിയുടെ കീഴിൽ ഗവൺമെന്റിന്റെ എല്ലാ സ്ഥാപിതമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സംഘടനകളെയും ഈ ഗവൺമെന്റ് ജാതീയമായി വർഗീയമായി തരംതിരിവുണ്ടാക്കി. ഇവിടെ സയൻസ് കോൺഗ്രസ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മറ്റുള്ളവരിലേക്കൂടെ ശ്രീ SK സജീഷ്, ഇപ്പോൾ സാമുദായിക രാഷ്ട്രീയവും അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ വികസനം എന്നുള്ളത് പിന്നോട്ട് പോയിട്ട് ജാതി രാഷ്ട്രീയം മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ യോഗി ആദിത്യനാഥ് ആകട്ടെ ഇതിൽ നിന്ന് വിഭിന്നമാകുന്നില്ല. എന്ത് സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകൾ നൽകുന്നത്? അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നൽകേണ്ട സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശം BJPയെയും സംഘപരിവാരത്തെയും ഈ രാജ്യത്ത് നിന്ന് അകറ്റുക എന്നതായിരുന്നു. ആ സന്ദേശം നൽകുന്നതിന് പകരം BJP പൊടിക്ക് പോലുമില്ലാത്ത BJPയുമായിട്ടല്ല ഞങ്ങളുടെ മത്സരം എന്ന സന്ദേശം കൊടുക്കുന്ന രീതിയിൽ മത്സരിക്കാൻ വേണ്ടി വന്നത് ഇവർ പടനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ഒളിച്ചോടി വന്നപ്പോൾ ഇത്തരം സന്ദേശങ്ങൾ രാജ്യത്തുണ്ടാകും എന്ന് കാണേണ്ടതാണ്. പിന്നെ ഷിയാസ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അതിൻ്റെ പ്രവർത്തനത്തോടും ഭരണരംഗത്ത് അവർ സ്വീകരിച്ച നിലപാടുകളോടും ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ യോഗിയുടെ പ്രസ്താവന, അവർ വൈറസാണ് എന്ന് പറയുന്ന പ്രസ്താവനയോട് അശേഷം യോജിപ്പുമില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അതിനും ഏറെ അപകടമാണ് യോഗിയും അതുപോലെ തന്നെ BJPയും എന്ന് ഞങ്ങൾക്കറിയാം, സംഘപരിവാരമെന്നും അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ ഭരണരംഗത്തുള്ള നിലപാടിനെ അങ്ങ് പ്രശംസിച്ച് കളയാമെന്ന് ഷിയാസ് കരുതിയാൽ അതിനെ അംഗീകരിച്ചു തരാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ ഷിയാസ് എന്തല്ല പറഞ്ഞത്? വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രശ്നങ്ങൾ, വർഗീയവൽക്കരണം, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾ, എന്ത് നിലപാട് സ്വീകരിച്ചു ഷിയാസ്? നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ ഏത് സമരം നടത്തി? നിങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയാകെ വർഗീയവൽക്കരിച്ചപ്പോൾ ഒരു ക്യാമ്പസിനകത്ത് നിങ്ങളുടെ KSUവിൻ്റെ ദേശീയ രൂപമായ NSU സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം
ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിനകത്ത് ഈ പ്രശ്നങ്ങൾക്കെതിരായി നിങ്ങൾ ശബ്ദമുയർത്തിയിട്ടുണ്ടോ? ഇന്ത്യൻ ക്യാമ്പസുകൾ വിളിച്ച മുദ്രാവാക്യം ആസാദി എന്നായിരുന്നു. ആസാദി എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ക്യാമ്പസുകളെ കൊണ്ട് വിളിപ്പിച്ചത് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലാകമാനം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്ന കൂപമണ്ഡൂകങ്ങളെ പോലെ നോക്കിയിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇന്ത്യയിൽ ഇക്കാലത്തും ഉണ്ടായിരുന്നത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകളിലുള്ള പാളിച്ച സംഘപരിവാരത്തിന് ആയുധത്തിന് മൂർച്ച കൂട്ടാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ്. നേരെ മറിച്ച് ചെയ്യേണ്ടിയിരുന്നത് സംഘപരിവാരം കഴിഞ്ഞ 5 വർഷക്കാലമായി ജനങ്ങളെ വേർതിരിക്കുന്നതോടൊപ്പം ആ വേർതിരിച്ച ജനങ്ങളെ ഓരോരുത്തരെയും, അതിൽ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, ആരുമില്ല, എല്ലാവരുടെയും ജീവിതത്തെ ദുസ്സഹമാക്കി ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ കാലത്ത് ഒരു മണിക്കൂറിൽ ഒരു കർഷകനാണ് ആത്മഹത്യയെങ്കിൽ BJPയുടെ കാലത്ത് അരമണിക്കൂറിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ മുഴുവൻ അവകാശങ്ങളും നിഷേധിച്ചു. തൊഴിൽ നിയമങ്ങൾ മുതലാളിമാർക്ക് വേണ്ടി മാറ്റി എഴുതി. ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നെത്തിച്ചു. ഇന്ത്യയിലെ മറ്റു വിഭാഗങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. ഇവിടെയൊന്നും കോൺഗ്രസിന്റെ പ്രസ്താവനയോ നിലപാടുകളോ നാം ദേശീയ തലത്തിൽ കണ്ടിട്ടില്ല. അവരൊരു സമരം ചെയ്തിട്ടില്ല. ഒരു നേതാവ് പോലും ജയിലിൽ പോയിട്ടില്ല. ഒരു നിലപാടും സ്വീകരിക്കാതിരിക്കാൻ കാരണം BJPയുടെ നയമെല്ലാം കോൺഗ്രസിന്റെ കൂടി നയമായിരുന്നു. ഞങ്ങളെ പറ്റിയാണ് പറയുന്നത്. CPMന് അധികാരത്തോടുള്ള താല്പര്യമാണ്. ഞങ്ങൾ അധികാര പാർട്ടിയല്ല ഷിയാസ്. ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ വെച്ച് നീട്ടിയ അധികാര സ്ഥാനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടി, ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് ഗവൺമെന്റ് രൂപീകരിച്ച് ഞങ്ങളുടെ സഹായത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. അതിൽ നിങ്ങൾ പറഞ്ഞു പങ്കുചേരാൻ മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാരെ തരാം, അതുപോലെ തന്നെ എല്ലാ MP-മാരെയും സഹമന്ത്രിമാരാക്കാം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ നടപ്പിലാക്കുന്ന നയം ജനവിരുദ്ധമായ നയം, ആ നയം തിരുത്താൻ ഒരു പൊതുവിനവും പരിപാടി വേണമെന്നാണ്. ഞങ്ങൾക്കൊരു അധികാര സ്ഥാനവും വേണ്ട. ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഗിന്റെ അണികൾ ഉൾപ്പെടെ തിരിച്ചറിയേണ്ടത് രാഹുൽ ഗാന്ധിയുടെ മത്സരം ഉൾപ്പെടെ കോൺഗ്രസ് ഇപ്പോൾ അവധാനതയില്ലാതെ നടത്തിയ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നൽകിയ സന്ദേശം തെറ്റാണ്. നാളെ കോൺഗ്രസ് ഇത് ആവർത്തിക്കും. BJP ഇന്ന് ആവർത്തിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നാളെ ആവർത്തിക്കും. യോഗിയേക്കാൾ ഗുരുതരമായ പ്രസ്താവനകൾ നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാരോട് മിണ്ടരുത് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഇന്ന് വരെ തയ്യാറായിട്ടില്ല. ഞങ്ങളാണ് ബാബറി മസ്ജിദ് പൊളിച്ചത്, ഞങ്ങളുടെ കാലത്താണ്, ഞങ്ങളുടെ കാലം വന്നാൽ മാത്രമേ അവിടെ അമ്പലമുണ്ടാക്കാൻ വേണ്ടി കഴിയൂ എന്ന് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് എന്തേ ഹരീഷ് റാവത്തിനോടോ ജോഷിയോടോ മിണ്ടരുത് എന്ന് പറയാൻ വേണ്ടി തയ്യാറാകാത്തത്? എന്തേ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പശുവിന്റെ പേരിൽ 5 ചെറുപ്പക്കാർ ഇപ്പോഴും രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ ജയിലിൽ മധ്യപ്രദേശിൽ കിടക്കുമ്പോൾ എന്തേ അവരെ പുറത്തുവിടണമെന്നൊരു പ്രസ്താവന നടത്താനോ നിർദ്ദേശം കൊടുക്കാനോ ഇന്ന് വരെ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ലല്ലോ. ഇവിടെ കോൺഗ്രസിന്റെ സഖ്യകക്ഷി എന്നുള്ളത് 1967 മുതൽ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം ഇത്തരത്തിലുള്ള ഈ പ്രസ്താവനകൾ വരുന്നത് എന്തുകൊണ്ടാണ്? എന്നോടാണോ? അതെ, രാഹുൽ ഈശ്വർ. ഈ കപട മതേതരത്വം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഒരു വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ ആത്മാർത്ഥമായി സാമുദായികമായ സമവാക്യങ്ങളെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അത്തരം കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാതെ മതേതരത്വം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലും മതേതരത്വം ഉണ്ടാവില്ല. നമുക്ക് ഈ വയനാടിന്റെ കാര്യം തന്നെ എടുക്കാം. വയനാട്ടിൽ 28% മുസ്ലിം ജനസംഖ്യയും 49% ഹിന്ദു ജനസംഖ്യയുമാണ് ജില്ലയിലുള്ളത്. പക്ഷേ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി വരുമ്പോൾ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ അടക്കമുള്ള മലപ്പുറം ജില്ലയിൽ കൂടുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസിലേക്ക് വരുമ്പോൾ ഏകദേശം 45% മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമല്ല. പക്ഷേ അതൊരു ഫാക്റ്റാണ്. നമുക്ക് ഓരോ സ്ഥലത്തും നേരത്തെ അപർണ കറക്റ്റായിട്ട് ചൂണ്ടിക്കാട്ടിയ പോലെ കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്ത് ലത്തീൻ കത്തോലിക്ക ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരത്ത് ഒന്നെങ്കിൽ ഒരു നായർ അല്ലെങ്കിൽ ഒരു നാടാർ സ്ഥാനാർത്ഥിയാണ് വളരെ കാലങ്ങളായി നിർത്തുന്നത്. എല്ലാ പാർട്ടികളും കൂടുതലായി വിജയ സാധ്യത നോക്കിയാൽ നിർത്തുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആറ്റിങ്ങൽ പോയാൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. ഇത്തരം വിഷയങ്ങൾ ഇന്ത്യയുടെ സാമുദായിക സമവാക്യങ്ങളെ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ കാണാതെ മതേതരത്വം വർഗീയത വരുന്നു, ജാതീയത വരുന്നു എന്ന് ബ്ലാങ്കറ്റായി പറഞ്ഞുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ഈ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യത്തെ കാണാത്ത മനസ്സില്ലാത്തത് കൊണ്ടാണ് CPMന്റെ ചരിത്രത്തിൽ
ചരിത്രത്തിൽ ഇന്നേ വരെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കഴിഞ്ഞ 50 ആണ്ടായിട്ടും ഒരു ദളിതനെ പോലും അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ കൊണ്ടുവരാൻ കഴിയാത്തത്. ഇന്ത്യയിലെ ജാതി മത സമവാക്യങ്ങളുടെ ജാതി മത യാഥാർത്ഥ്യങ്ങളുടെ റിയാലിറ്റി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രകാശ് കാരാട്ട് ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയിലെ കാസ്റ്റ് എന്ന റിയാലിറ്റിയെ ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. ഈ റിയാലിറ്റിയെ ഏറ്റവും നല്ല രീതിയിൽ അഡ്രസ് ചെയ്യുകയും ആ സാമുദായിക സമവാക്യങ്ങളും സന്തുലനങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ കുറെ കൂടി ആത്മാർത്ഥമായി ചെയ്തത്. പക്ഷെ ഇവിടെ CPM ചെയ്യുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ശ്രീ KK മുഹമ്മദ് എന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തിച്ച വ്യക്തി ചൂണ്ടിക്കാണിച്ചു, ഇടത് ചരിത്രകാരന്മാരും ഇടത് ലോബിയും ചേർന്നാണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം തീർക്കാതിരിക്കാൻ ഇടപെട്ടത്. കാര്യം രാമജന്മഭൂമി ബാബറി മസ്ജിദ് എന്ന മുറിവുണ്ടായെങ്കിലേ ഈ രണ്ട് സമുദായങ്ങളെ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മത നിരാസവാദികൾക്ക് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനാകൂ. നിങ്ങളുടെ മതങ്ങളെല്ലാം മോശമാണെന്നും നിങ്ങൾ മതമെന്ന് പറഞ്ഞാൽ പരസ്പരം തമ്മിൽ തല്ലുന്നവരാണെന്നും ചിത്രീകരിക്കാൻ വേണ്ടി ഇന്ത്യയുടെ മനസ്സിലുള്ള ജനുവിനായ ഒരു ഇഷ്യൂ ആണ് അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം. ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ എന്നും വിഭവത കാട്ടിയിട്ടുള്ളത് ഈ ലെഫ്റ്റ് ലിബറൽസ് ആണ്. കാര്യം അവർക്ക് അവരുടെ വോട്ട് ബാങ്ക് മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ച് പാരനോയ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരിൽ പേടിയും സംശയവും ക്രിയേറ്റ് ചെയ്ത് തങ്ങളിലേക്ക് വോട്ട് ചെയ്യിക്കാനുള്ള അവരുടെ തന്ത്രത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതിനപ്പുറം ആത്മാർത്ഥമായി ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കടക്കം മുസ്ലിം രാഷ്ട്രീയ മഞ്ചും മുസ്ലിം സമുദായത്തിലെ ആൾക്കാരും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളെ രാഷ്ട്രീയക്കാർ ഇലക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അല്ലാത്ത കാലങ്ങളിൽ അഡ്രസ് ചെയ്യുന്നതിൽ വിമുഖതയൊന്നുമില്ല. അഡ്രസ് ചെയ്യുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ പൊളിറ്റിക്കലി ഓണസ്റ്റായി ചെയ്യുന്നതാണ്. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ്, നമ്മുടെ മുസ്ലിം ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ പതാക എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ ആ തെറ്റിദ്ധരിക്കുന്നവരെ പറഞ്ഞു മാറ്റാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാര്യം 1000 ആണ്ടുകളുടെ പോരാട്ടങ്ങളുണ്ട്. വിൽ ഡ്യൂറന്റിനെ പോലുള്ള വിദേശ ചരിത്രകാരന്മാർ പോലും ലോക ചരിത്രത്തിലെ ഏറ്റവും രക്തപങ്കിലമായ ചരിത്രമാണ് ഇന്ത്യയിലുള്ള കഴിഞ്ഞ 1000 ആണ്ടുകളിലെ ഇൻവേഷൻ, അതിക്രമങ്ങൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുർക്കികളുടെ, മുഗളന്മാരുടെ, അല്ലെങ്കിൽ അഫ്ഗാനികളുടെ അടക്കം ഒരുപാട് പ്രധാനമാരുടെ ഒക്കെ ആക്രമണം വളരെയധികം നമ്മുടെ പാർട്ടീഷൻ പ്രശ്നവും. അതായത് ഈ വർഗീയത അല്ലെങ്കിൽ ഈ വർഗീയവൽക്കരിക്കുന്നു എന്ന് പറയുന്നതാണ് പ്രശ്നം. മറ്റെന്തൊക്കെ കാര്യങ്ങളെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാം. പ്രത്യേകിച്ചും 5 വർഷം ഭരിച്ച പാർട്ടിയാണല്ലോ. ഇതിനോടകം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ, ഈ വികസന നേട്ടങ്ങളെ കുറിച്ച് ഒരക്ഷരം പറയാതെ ഈ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ, ഈ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്ന നിലയിൽ എന്തിനാണ് ഈ തരത്തിലൊക്കെ അതിനെ കൈകാര്യം ചെയ്യുന്നത്? മുസ്ലിം ലീഗിന്റെ പതാകയും പാകിസ്ഥാൻ പതാകയും ഒന്നാണെന്ന തരത്തിലുള്ള പ്രചരണം നടത്തുക, പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഒന്നാണെന്ന തരത്തിലുള്ള പ്രചരണം നടത്തുക, ഇതൊക്കെ എന്ത് അസംബന്ധമാണ്? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞ. ആ പറഞ്ഞതിനെ വളരെ താത്വികമായ തലത്തിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ഇതേപോലെ അവിടുത്തെ ഒരു റൈറ്റ് ലീനിങ് ഇന്റലക്ച്വൽസിന്റെ മീറ്റിൽ പോയിരുന്നു. അവിടെ ഞാൻ ഈ വിഷയം റേസ് ചെയ്ത് പറഞ്ഞു, മുസ്ലിം ലീഗിനെ തെറ്റിദ്ധരിക്കുന്നതിൽ കാര്യമില്ല, കേരളത്തിന് ഒരു നല്ല ഫാബ്രിക് തരുന്നതാണ്, അത് ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന നേതാക്കളും അംഗീകരിക്കുന്നതാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഈ ഇപ്പം പാർട്ടീഷൻ അടക്കമുള്ള കാര്യങ്ങൾ, വിഭജനം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചതിന്റെ മുറിവുകൾ വിശിഷ്യ ഉത്തരേന്ത്യയിലുണ്ട് എന്നുള്ള സത്യമാണ്. അത് പക്ഷേ നമുക്ക് മലയാളികൾക്കോ സൗത്ത് ഇന്ത്യക്കാർക്കോ വേണ്ട രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല. അപ്പൊ അവിടെ ചരിത്രപരമായ പശ്ചാത്തലങ്ങൾ ഉണ്ട്. അത് ഈ രണ്ട് വികസന നേട്ടങ്ങൾ, ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായി സാമുദായികമായ ചില കാര്യങ്ങളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ആ വിഭജനത്തെ പിന്തുണയ്ക്കുകയായിരുന്നല്ലോ. സർദാർ വല്ലഭായ് പട്ടേൽ, PC ജോഷി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവർ എല്ലാം തന്നെ ഈ വിഭജനത്തെ പിന്തുണച്ചവരാണ്. മുഹമ്മദ് അലി ജിന്ന മാത്രമല്ലല്ലോ ഈ വിഭജനത്തെ പിന്തുണച്ചത്. ശരിയാണ്. അല്ല, മുഹമ്മദ് അലി ജിന്നയുടെ കടുത്ത നിലപാടുകൾ ഇല്ലായിരുന്നെങ്കിൽ, ഡിറക്റ്റ് ആക്ഷൻ ഡേ പോലെ ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ, ആയിരക്കണക്കിന് ഹിന്ദു ഭവനങ്ങൾ നശിപ്പിക്കപ്പെടുകയും മറ്റും ചെയ്യുകയും അന്നത്തെ മുസ്ലിം ലീഗ്, നമ്മുടെ മുസ്ലിം ലീഗ് അല്ല, പാകിസ്ഥാനി മുസ്ലിം ലീഗിന്റെ ഡിറക്റ്റ് ആക്ഷൻ ഡേയിൽ പഞ്ചാബിലും വിശിഷ്യ ബംഗാളിലും ഒക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് വീട് നഷ്ടപ്പെട്ടതും ജീവൻ നഷ്ടപ്പെട്ടതും. അപ്പൊ അതൊക്കെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അബോധ തലത്തിലുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങൾ കാണാതെ മതേതരം എന്ന് മാത്രം പറഞ്ഞ് ചരിത്രത്തിന്റെ എല്ലാ മുറിവുകളും ഉണങ്ങില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിലെ ജെനുവിൻല അഡ്രസ് ചെയ്ത് നരേന്ദ്രമോദിജിയൊക്കെ പറയുന്ന പോലെ ഒരു സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന നിലപാടുകൾ എടുത്ത് മുമ്പോട്ട് പോവുകയും ഈ സാമുദായിക യാഥാർത്ഥ്യങ്ങളെ അഡ്രസ് ചെയ്യുകയും ചെയ്യുക മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. അല്ലാതെ മതങ്ങളെല്ലാം തെറ്റാന്നോ സാമുദായികത ഇല്ലാന്നോ ഈ വലതുപക്ഷത്ത് നിൽക്കുന്ന ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒന്നൊരു കാര്യം ഇന്ത്യയിൽ ഇല്ലാന്നോ കണ്ണടച്ചു കഴിഞ്ഞാൽ CPM-ന് പറ്റുന്നത് പോലെ ദളിതരെ എക്സ്ക്ലൂഡ് ചെയ്ത് പോളിറ്റ് ബ്യൂറോ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോകസഭാ നേതാവായിരുന്ന AK ഗോപാൽ മുസ്ലിം ലീഗ് മാത്രം 1940-ലെ മുസ്ലിം ലീഗിന്റെ ലാഹോർ
കോൺഗ്രസിൽ ഈ മുഹമ്മദ് അലി ജിന്ന പ്രത്യേക രാഷ്ട്രം എന്നുള്ള പ്രമേയം അവതരിപ്പിക്കുമ്പോൾ കക്സൽ തെഹ്രിക് എന്ന് പറയുന്ന ഒരു കക്ഷി ഇതിനെ എതിർക്കുകയായിരുന്നു. അത് മാത്രമല്ല, മഹാത്മാഗാന്ധിയും അബ്ദുൽ അല മൗദൂദിയും ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തിട്ടുണ്ട്. അതായത് ഇതുപോൽ മുസ്ലിം ലീഗിന്റെ മാത്രം ചുമലിലേക്ക് വെച്ചു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ്. എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണല്ലോ. അതായത് രണ്ടും എത്രയോ വലിയ വ്യത്യാസങ്ങളാണുള്ളത്. പക്ഷേ ഈ വ്യത്യാസങ്ങളൊന്നും കാണാതെ മുസ്ലിം മുസ്ലിം എന്നുള്ളതാണ്, ആ ലീഗിന്റെ കൂടെ മുസ്ലിം എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. അല്ല, ചരിത്രത്തിൽ മഹാത്മാഗാന്ധി പൂന പാക്ടിലൂടെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുകയും അതുപോലെ തന്നെ വിഭജനം ഇല്ലാതെ ഇന്ത്യയെ, ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഒന്നിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ രാജ്യം മുഴുവൻ. ഒരുപക്ഷെ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ, ഒരു വശത്ത് ജവഹർലാൽ നെഹ്റുവിന്റെ പിടിവാശിക്കും മറുവശത്ത് മുഹമ്മദ് അലി ജിന്നയുടെ ധാർഷ്ട്യത്തിനും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഒരർത്ഥത്തിൽ വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ എന്നും വിഷമകരമായ ഒരു കാര്യമാണ്. അന്ന് ലോകത്തിൽ ചൈനയേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്ന, ഇന്ന് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമായി മാറാവുന്ന ഈ ഭാരതം എന്ന് പറയുന്ന വിശാല ഭൂമികയെ വെട്ടിമുറിക്കാൻ മുസ്ലിം ലീഗ് എന്ന പാകിസ്ഥാനിലെ പാർട്ടി എടുത്ത നിലപാടുകളെ വേണ്ട രീതിയിൽ ഇന്ത്യയിലെ ലെഫ്റ്റ് ഇന്റലിജൻസ് ഇന്നും വിമർശിക്കുന്നില്ല. അന്നുപോലും പാകിസ്ഥാനെ മുസ്ലിം ലീഗിന് അനുകൂലമായിട്ടാണ് CPM അല്ലെങ്കിൽ അന്നത്തെ CPM അല്ല കമ്മ്യൂണിസ്റ്റുകാർ നിലപാടെടുത്തത്. എന്നിട്ട് എന്ത് പറ്റി? 1952 ഈ കമ്മ്യൂണിസ്റ്റുകാരെ പാകിസ്ഥാൻ ബാൻ ചെയ്തു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാകിസ്ഥാൻ എന്ന രാജ്യം ഔദ്യോഗികമായി ബാൻ തന്നെ ചെയ്തു. ഇത്തരം ചരിത്രത്തിലെ വസ്തുതകളും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇന്ത്യ നൽകുന്നതും ഹിന്ദു ഭൂരിപക്ഷ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള, അതായത് വീണ്ടും ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ വലിയ രീതിയിൽ, അതായത് BJP എന്താണോ ആഗ്രഹിച്ചത്, BJPക്ക് അടിക്കാനുള്ള വടി നിങ്ങൾ കയ്യിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു. ഒരിക്കലുമല്ലല്ലോ. BJP ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വർഗീയതയുടെ രാഷ്ട്രീയമാണ് BJP ഉയർത്തുന്നത്. BJPക്ക് 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ കാണിക്കാനില്ല. കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാനില്ല. നിങ്ങൾ ആലോചിക്കൂ, ഇവിടെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ കീഴിൽ, അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ കീഴിൽ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എല്ലാം വർഗീയവൽക്കരിക്കപ്പെട്ടില്ലേ? ഇന്ത്യയുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, ISRO, ഇത് അതുപോലെ തന്നെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, JNU പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ SK സജീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം SFIയുടെ സമരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തെ, NSUവിൻ്റെ സമരത്തെ കാണാതെ പോകുന്നു. കേരളത്തിൽ KSU നടത്തിയ സമരത്തെ കാണാൻ നിങ്ങളെല്ലാം ഒരു തരത്തിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങൾക്കും കർഷകരുടെ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ സമരങ്ങളുണ്ട്. ആ സമരങ്ങളൊന്നും നിങ്ങൾ കാണാതെ പോവുകയാണ്. ഇവിടെ നോട്ട് നിരോധനവുമായി, GSTയുമായി, രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലവർധനവിനെതിരായി വലിയ സമരങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഈ കഴിഞ്ഞ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെ മതനിരപേക്ഷത ഉയർത്തുന്ന പാർട്ടിയായിരുന്നെങ്കിൽ കേരളത്തിലല്ലേ കോൺഗ്രസും CPM നേർക്കുനേർ മത്സരിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ, അവിടെ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിച്ചത്? രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾ എഡിറ്റോറിയൽ പേജ് രാഹുൽ ഗാന്ധി വയനാട് സ്ഥാനാർത്ഥിയാവുന്നതെന്ന് പറഞ്ഞപ്പോൾ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ വന്ന വാർത്ത എന്താ? പപ്പു എന്ന് വിളിച്ച് അദ്ദേഹത്തെ കളിയാക്കി. നിങ്ങൾ കോൺഗ്രസിനെ തകർക്കാൻ വീണ്ടും പപ്പു കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കിയവരാണ്. ഈ പപ്പു പ്രയോഗം എന്ന് പറയുന്നത് BJPയുടെ പ്രയോഗമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുന്നായി രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്താൻ, അപജയപ്പെടുത്താൻ അവരുപയോഗിച്ച അതേ വാക്കുകളാണ് നിങ്ങൾ കേരളത്തിൽ ഉയർത്തുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പറയുന്നു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടിയെന്ന്. ആദ്യം പറഞ്ഞത് നരേന്ദ്രമോദിയും സ്മൃതി ഇറാനിയും യോഗി ആദിത്യനാഥുമാണ്. ഇപ്പോൾ നിങ്ങളും അത് പറയുന്നു. എഡിറ്റോറിയൽ പേജിൽ, ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലെയും ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലെയും ഒരേ വാർത്തകൾ, ഒരേ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി അവിടെ BJP അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും അവിടെ ജനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ മതനിരപേക്ഷത ഉയർത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് അനുകൂലമായി, ഒരു മതനിരപേക്ഷ കക്ഷികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാതിരുന്നത്? നിങ്ങൾ ആ നിലപാടുകളൊന്നും സ്വീകരിച്ച ആളുകളല്ല. കേരളത്തിൽ നിങ്ങൾക്ക് ജയിക്കണം, നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഗുണങ്ങൾ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ദേശീയ തലത്തിൽ ഈ ഗവൺമെന്റിനെ പുറത്താക്കണമെങ്കിൽ കോൺഗ്രസിനെ സാധിക്കൂ എന്ന്
ദേശീയ തലത്തിലും കേരളത്തിലുമൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്ന ജനങ്ങളുടെ മനസ്സുകളിലേക്ക് ഇതുപോലെ വർഗീയത കുത്തി നിറയ്ക്കാൻ BJPയോടൊപ്പം നിങ്ങളും മത്സരിക്കുകയാണ്. ആ മത്സരം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലും നിങ്ങൾക്ക് നീതീകരണമില്ലാത്ത ശുദ്ധമായിട്ടുള്ള തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പിന്നീട് തിരുത്തി പറയേണ്ടി വരുമെന്നുള്ളതാണ് ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ യോഗി ആദിത്യനാഥ് ഇത് പറയുമ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആൾക്കൂട്ട അക്രമങ്ങളും നമ്മൾ എന്ത് കഴിക്കണമെന്നും എന്ത് ചിന്തിക്കണമെന്നും എന്ത് ഭക്ഷിക്കണമെന്നും ഇതൊക്കെ തീരുമാനിക്കുന്നത് ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണെന്ന രീതിയിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യോഗി ആദിത്യനാഥ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയവും അത് തന്നെയാണ്. കഴിഞ്ഞ മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഗോശാലകൾ നിർമ്മിക്കുമെന്നത് ഉൾപ്പെടെയുള്ള ചില ഓഫറുകൾ, ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു പ്രകടന പത്രികയിൽ. ഇതൊക്കെ ഈ BJPയുടെ ചുവട് പിടിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ഷേപത്തെ എങ്ങനെ തള്ളാൻ കഴിയും? നിങ്ങൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യവും ഈ രാജ്യത്തിന്റെ പൈതൃകവും നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരേന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ പശുവിനെ അവർ ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് എത്രയോ കാലഘട്ടം മുമ്പ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഗോശാലകൾ നിർമ്മിക്കുകയും പശുവിനെ സംരക്ഷിക്കുകയും കാലികളെ സംരക്ഷിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പ് നമ്മുടെ കൂട്ടത്തിലുമുണ്ടല്ലോ, കേരളത്തിലുമുണ്ടല്ലോ കൃഷി വകുപ്പ്. അതിൻ്റെ കീഴിലാണല്ലോ ഈ വകുപ്പുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരേന്ത്യയിലുള്ള സംസ്കാരങ്ങളെ, അവിടുത്തെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു ഗവൺമെൻറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നത് കൊണ്ട് എന്താണ് നഷ്ടം? അത് ഇവിടെ ഉയർത്തുന്നത് ആരാ? ഇവിടെ ഉയർത്തുന്നത് BJP അല്ല, ഇവിടെ ഉയർത്തുന്നത് CPM ആണ്. അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിന് എതിരായി നിർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രചരണ ആയുധമായി ജനങ്ങൾ ഇതിനെ കാണും. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകമൊക്കെ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഉണ്ടാകുന്ന ഈ ഹേറ്റ് സ്പീച്ചുകൾ ഇതാദ്യമായല്ല. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി തന്നെ വന്നിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, വർഗീയ പ്രസംഗങ്ങൾ, ആ പ്രസംഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ചില അപലപിക്കൽ നടത്തി പോവുക എന്നതിനപ്പുറത്തേക്ക് അതിന്മേൽ മറ്റൊരു കാര്യവും ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒരു പൊതു തിരഞ്ഞെടുപ്പാണ്. ആ പൊതു തിരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ പോകുന്നത് ജാതി പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ മതം പറഞ്ഞുകൊണ്ടാണ് നേരിടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ അപകടാവസ്ഥയിലാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം? അപർണ എന്നോടാണോ? അതെ സജീഷ്. അപർണ, അത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. ജനാധിപത്യ സംവിധാനത്തെ അപകടമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസും BJPയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് നേരത്തെ രാഹുൽ ഈശ്വർ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞതൊന്നും ഞാൻ ഈ മറുപടിക്കറയിൽ പറയാതിരുന്നത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഈ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് KK മുഹമ്മദിൻ്റെ കാര്യമൊക്കെ പറയും. RSSന്റെ അടുക്കളയിൽ നിന്ന് പിന്നെ രാമജന്മഭൂമിയിൽ അവിടെ വിഗ്രഹമുണ്ട് എന്ന് എഴുതി കൊടുത്ത മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ ചുരുട്ടി മടക്കി അവിടെ വെച്ചാൽ മതി. നിങ്ങൾ പോക്കറ്റ് കൊണ്ട് നടക്കുന്ന ആളാണ് അദ്ദേഹം. സംഘപരിവാരത്തിൻ്റെ കേന്ദ്രത്തിലാണ് എപ്പോൾ ഉണ്ടാവാറുള്ളത്. അതൊന്നും ഇവിടെ വെച്ച് വിളമ്പാൻ നിൽക്കേണ്ട എന്നേ രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളൂ. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം രാഹുൽ ഈശ്വർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു പോയാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പ്രശസ്തമല്ല എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദങ്ങൾക്കൊന്നും ഞാൻ വലിയ വില കൊടുക്കാതെ അതിന് മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കാത്തത്. അല്ലാത്ത ചർച്ചകളിൽ അത് സാധ്യമാകുമായിരുന്നു. രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു പൊതുമുഖം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമൊക്കെ നടത്തിക്കോ. പക്ഷേ രാഹുൽ ഈശ്വറിന് മതേതരത്വം കാഴ്ചപ്പാട് എന്നൊക്കെ നമുക്കറിയാം. അതിനൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നേരത്തെ അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് പ്രേരണാകുമാരിയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ. ആ പ്രേരണാകുമാരി മുസ്ലിം ലീഗിൻ്റെ പതാക പാകിസ്ഥാൻ പതാകയാണെന്ന് പറയുക മാത്രമല്ല രാഹുൽ ഈശ്വറെ, അവരാണ് ഇപ്പോൾ പിന്നെ ചൗക്കിദാർ ക്യാമ്പയിൻ്റെ ഭാഗമായി മോദിയുടെ കൂടെ നടക്കുകയാണ്. BJPയുടെ കൊടിയും പിടിച്ചിട്ട്, BJPയുടെ കൊടി പിടിച്ചിട്ടാണ് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ പതാക പിന്നെ പാകിസ്ഥാന്റെ പതാകയാണെന്ന്. അവരാണ് ശബരിമല വിഷയത്തിൽ കേസ് കൊടുത്തത് എന്നൊക്കെ ഇപ്പോൾ രാഹുൽ ഈശ്വർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അത്രയേ പറയാനുള്ളൂ. പിന്നെ ഷിയാസ് പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ഗോശാല നിർമ്മിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ഗോശാല നിർമ്മിച്ചോട്ടെ, പക്ഷേ മനുഷ്യന് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. പിന്നെ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിങ്ങളുടെ MLA അവതരിപ്പിച്ച പ്രമേയം എന്താണ്?
രാജ്യത്തിന്റെ രാഷ്ട്രമാതാവായി പശുവിനെ വെക്കണം. കോൺഗ്രസ് ആണ് പറയേണ്ടത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രാഷ്ട്രമാതാവ് പശുവും. നല്ല രസമായിരിക്കും. BJP-കാരെല്ലാം കൈയടിച്ച് പാസ്സാക്കി ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ. ആരാ എതിർത്തത് ഷിയാസെ? അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള CPM-ന്റെ MLA എതിർത്തത്. ഈ തോന്നിവാസമല്ല നിയമനിർമ്മാണ സഭയിൽ നടത്തേണ്ടത് എന്ന അഭിപ്രായം പറഞ്ഞത് ഞങ്ങളാണ്. പിന്നെ നിങ്ങൾ സമരങ്ങൾ നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു. പെട്രോളിയം വില വർധനവ്. നിങ്ങൾക്ക് എന്ത് രീതിയിൽ സമരം നടത്താൻ വേണ്ടി കഴിയും? പെട്രോളിന്റെ വില നിയന്ത്രിക്കാനുള്ള അവകാശം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്ത് ഈ നയം തുടങ്ങിയത് കോൺഗ്രസ് ആണ് ഷിയാസെ. അത് മനസ്സിലാക്കണ്ടേ? അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാർഷിക മേഖലയിലെ വിലയിടിഞ്ഞു. എന്ത് സമരം നിങ്ങൾ നടത്തി? സമരം നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ രാജ്യത്തേക്ക് യഥേഷ്ടം കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള നവ ഉദാരവൽക്കരണ നയങ്ങളുടെ കരാറുകളുടെ വക്താക്കൾ നിങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കാർഷിക മേഖല തകർന്നടിഞ്ഞു പോയത്. നവലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ട് സബ്സിഡി നൽകാതെ പൊതു മേഖലയിൽ നിന്ന് പിന്മാറുന്ന, സേവന മേഖലയിൽ നിന്ന് പിന്മാറുന്ന നയങ്ങൾക്ക് രൂപം കൊടുത്തത് കോൺഗ്രസ് ആണ്. ആ നയങ്ങളാണ് കാർഷിക മേഖലയെ തകർത്തത്. പിന്നെ നിങ്ങളെങ്ങനെ പറയും? ഈ രാജ്യത്തെ തൊഴിൽ മേഖലയെ ചൂഷണം ചെയ്യുന്ന നയങ്ങൾക്ക് തുടക്കമിട്ടത് നിങ്ങളാണ്. നിങ്ങളെങ്ങനെ പറയും? ഈ രാജ്യത്ത് കഴിഞ്ഞ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെന്റ് കാലത്ത്, ആ ഗവൺമെന്റ് കാലത്താണ് മിനിസ്ട്രി ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അത് ഒന്നാം UPA ഗവൺമെന്റ് കാലത്ത് പൊതുവിനുമ്പ് പരിപാടിയിൽ ഇടതുപക്ഷം അംഗീകരിച്ചില്ല. ഈ രാജ്യത്തിന്റെ പൊതുമേഖലയെ വിൽക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. രണ്ടാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷം ഇല്ലാതായി മാറിയപ്പോൾ നിങ്ങൾ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്ന് എണ്ണി വിൽക്കാൻ വേണ്ടി തുടങ്ങിയില്ലേ? നിങ്ങൾ കേരളത്തിന്റെ വികസനം ഞങ്ങൾക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത്. ഈ ചർച്ചയിലെ വിഷയം അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഷിയാസ്. ഇപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ കൊടും ചൂട് കാലത്ത് ആളുകൾക്കൊരു ഫാനെങ്കിലും തലക്ക് മുകളിൽ കറങ്ങുന്നില്ലേ ഷിയാസ്? 5 വർഷക്കാലം നിങ്ങൾ ഭരിക്കുമ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ് ആയിരുന്നില്ലേ? ഇപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിങ് ഉണ്ടോ? 3,40,50,000 കുട്ടികളാണ് പൊതുമേഖലയിലേക്ക് വന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങളുടെ കാര്യത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്? നിങ്ങളുടെ കാലത്ത് 130 കോടി രൂപ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ 160 കോടി ലാഭത്തിലായില്ലേ? പറയാൻ കണക്കേറെയുണ്ട്. അപർണ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതൊന്നും പറയാനില്ലാഞ്ഞിട്ടല്ല, ഇതാണ് വസ്തുത എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലുള്ളത്. ആ തരത്തിലാണ് ഉത്തരേന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. BJP അതിനെ ഒരു വർഗീയതയിൽ ഊന്നിയാണ് പ്രചരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ആ രീതിയിലാണ് ഇപ്പോൾ BJP കൈകാര്യം ചെയ്യുന്നത്. സജീഷ്, അത് ശരിയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ വാക്കുകളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം രാജ്യത്തിന് നൽകുന്ന സന്ദേശമെന്ത്? കോൺഗ്രസ് ഇപ്പോൾ മറുപടി പറയേണ്ടതുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ മറുപടി പറയേണ്ടത് ലീഗിനോട് കൂടിയാണ്. ലീഗിന്റെ പതാക എടുത്ത് വിടരുത്. എന്ത് ദയനീയമായ കാഴ്ചയാണ് കണ്ടത്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ കൊടപിടിച്ച് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കൊടുത്ത സന്ദേശം തെറ്റായതുകൊണ്ടാണ്. ആ സന്ദേശമാണ് പ്രശ്നം. ഈ രാജ്യത്തിന് മതനിരപേക്ഷതയുടെ സന്ദേശം കൊടുക്കാൻ, BJP-യെ തോൽപ്പിക്കുക എന്ന സന്ദേശം കൊടുക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നതാണ് പ്രശ്നം. സജീഷ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്. ദക്ഷിണേന്ത്യയെന്നോ ഉത്തരേന്ത്യയെന്നോ ഇല്ല. എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന ഈ നാടിന്റെ, നമ്മുടെ നാടിന്റെ പൈതൃകവും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ തകർക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലെ വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ. നിങ്ങളാണ് ഈ ചർച്ചകളൊക്കെ തുടങ്ങി വെച്ചത്. KT ജലീലിനെ പോലെയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി തന്നെ പറയുന്നു ലീഗിന്റെ കൊടി പിടിക്കില്ല എന്ന് പറയുന്ന എന്ത് രാഷ്ട്രീയമാണ് നിങ്ങളുടേത്? അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ കാണുന്നതും പറയുന്നതും സംഘപരിവാറിന്റെ അജണ്ടയാണ്. സംഘപരിവാർ എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ അജണ്ട പറയുന്നവരാണ് നിങ്ങൾ. സംഘപരിവാർ പണ്ട് പപ്പു എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധിയെ കളിയാക്കി. നിങ്ങൾ ഇന്ന് ദേശാഭിമാനിയിലൂടെ അത് എഴുതി അദ്ദേഹത്തെ വീണ്ടും കളിയാക്കുന്നു. രാഹുൽ ഗാന്ധിയെ മോശമാക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും BJP നേതാക്കന്മാരും നടത്തുന്നു. നിങ്ങൾ അത് തന്നെയാണ് നടത്തുന്നത്. നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസ് ഗോശാലകൾ നിർമ്മിച്ചത്, ഞങ്ങൾ ഗോശാലകൾ നിർമ്മിച്ചെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് 60 വർഷക്കാലം, 70 വർഷക്കാലത്തിൽ 60 വർഷക്കാലവും കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഈ നാടിന്റെ കാർഷിക മേഖലയെ, ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തെ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്, അല്ലാതെ നിങ്ങളാണോ? നിങ്ങളുടെ സംസ്ഥാനങ്ങൾ, നിങ്ങൾ ഭരിച്ച സംസ്ഥാനങ്ങൾ നിങ്ങൾ എവിടെയാ? പശ്ചിമ ബംഗാളിൽ നിങ്ങൾ എവിടെയാ? ത്രിപുരയിൽ നിങ്ങൾ എവിടെയാ?
നിങ്ങൾ ആകെ ഉള്ളത് കേരളത്തിലാണ്. പശ്ചിമ ബംഗാളിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന് സജീഷ് പറയാൻ പറ്റുമോ? ത്രിപുരയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്ന് പറയാൻ പറ്റുമോ? ത്രിപുരയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 25% സ്ഥലത്ത് പോലും നിങ്ങൾക്ക് പത്രിക കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ ഒന്നും നിങ്ങളില്ല, ഒരു സ്ഥലത്തും നിങ്ങളില്ല. നിങ്ങൾ കേരളത്തിൽ അധികാരത്തിന് വേണ്ടി, ജയിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ജാതി രാഷ്ട്രീയം, രാഹുൽ ഗാന്ധിയെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന രാഹുൽ ഗാന്ധിയെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഇന്ന് CPM മാറിയിരിക്കുന്നത്. സജീഷ് മറുപടി. അല്ല, ഒരു കാര്യം ഷിയാസെ, ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ തോറ്റിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ ഉണ്ടോ ഇപ്പൊ അവിടെ? ത്രിപുരയിൽ ഞങ്ങളുടെ വോട്ടാണോ കുറഞ്ഞു പോയത്? നിങ്ങളുടെ 35% അധികം ഉണ്ടായിരുന്ന ത്രിപുരയിലെ കോൺഗ്രസിന്റെ വോട്ട് അവിടെ പോയി 1.5% അല്ലേ ഉള്ളൂ. ആ വോട്ടാണ് മുഴുവനായി BJP-യിലേക്ക് പോയത്. നിങ്ങൾ ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനത്തും മൊത്തമായും ചില്ലറയായും കോൺഗ്രസ് BJP ആയി മാറുകയാണ്. അതിന്റെ അപകടമാണ് ഈ രാജ്യത്തുണ്ടാകുന്നത്. അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും അരുണാചൽ പ്രദേശിൽ ഒരുമിച്ച് BJP പോയില്ലേ? നിങ്ങൾക്ക് തടയാൻ വേണ്ടി പറ്റിയോ? നിങ്ങൾ വാക്കുകൾ പിടിച്ച് പറയണ്ട. രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു പദപ്രയോഗം അത് തെറ്റാണെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ എന്തേ ഈ പദപ്രയോഗം മുഴുവൻ നടത്തിയ സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ച, അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ അമുൽ ബേബി എന്ന് വിളിച്ച ആളെ നിങ്ങൾ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ നിഷേധിച്ചോ? പിന്നെ ഒറ്റ കാര്യത്തിന് ഷിയാസ് ഇതുവരെ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞില്ല മറുപടി. ഒരു കാര്യം നിങ്ങൾ കേൾക്ക്, ഹരീഷ് റാവത്ത് പറഞ്ഞില്ലേ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് അമ്പലം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് വേണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അഖിലേന്ത്യാ സെക്രട്ടറി ജോഷി പറഞ്ഞില്ലേ? നിങ്ങൾ എന്തേ രാഹുൽ ഗാന്ധി മിണ്ടരുത്, നിലപാട് തിരുത്താൻ വേണ്ടി പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. മധ്യപ്രദേശിൽ പശുവിന്റെ പേരിൽ നിങ്ങൾ ജയിലിലടച്ച പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അടച്ച മുസ്ലിം ചെറുപ്പക്കാരെ വിടണമെന്ന് നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധി? പറഞ്ഞിട്ടില്ല. പറയേണ്ടത് നിങ്ങൾക്ക് വേണ്ടേ? പക്ഷേ ശ്രീ മുഹമ്മദ് ഷിയാസ്, ഹരീഷ് റാവത്തിന്റെ ഈ നിലപാട് ശരിയല്ല, അത് തെറ്റാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി, അല്ലെങ്കിൽ കോൺഗ്രസിന് ഇതാണ് നയം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു കോൺഗ്രസിന്റെ നയം വളരെ കൃത്യമാണ്. ശരി ആകട്ടെ, പക്ഷേ അത് ഈ ഹരീഷ് റാവത്ത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് അതിനകത്തേക്കൊന്നും വേറെ ചർച്ചകളിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ നയം വളരെ രാഹുൽ ഗാന്ധി നടത്തിയില്ല. നമ്മൾ കണ്ടതാണ് നിങ്ങൾ ഓരോ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അതൊക്കെ നമുക്കറിയാം. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹരീഷ് റാവത്തിനോട് അദ്ദേഹത്തിന്റെ പ്രസ്താവന തെറ്റാണ് എന്ന് പറയൂ, ജോഷിയോട് പറയൂ. എന്തുകൊണ്ട് പറയുന്നില്ല? പറഞ്ഞോ രാഹുൽ ഗാന്ധി? അതാ ചോദ്യം. നിങ്ങൾ മധ്യപ്രദേശിലെ ചെറുപ്പക്കാരെ പശുവിന്റെ പേരിൽ ജയിലിലടച്ച രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ചെറുപ്പക്കാരെ വിടാൻ ഇന്ന് വരെ പറയാൻ വേണ്ടി തയ്യാറായോ? സജീഷ്, ഒരു നിമിഷം. മതനിരപേക്ഷ കക്ഷികളുടെ അമരക്കാരനാകാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയുടെ മുന്നണിയിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടല്ല ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ കഴിയും? വളരെ കൃത്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് ഇനിയും വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നെടുത്ത് കാണുക. അതൊക്കെ ഏകതയുടെ രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ദക്ഷിണേന്ത്യയിൽ BJP-യും RSS-ഉം സംഘപരിവാറും നടത്തുന്ന വലിയ പരിശ്രമങ്ങളുണ്ട് ഈ നാടിനെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ശബരിമലയുടെ പേര് പറഞ്ഞ് CPM ഉയർത്തിക്കൊണ്ടുവന്ന ജാതി രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള വോട്ട് ബാങ്കുകൾക്ക് വേണ്ടി അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ശബരിമലയുടെ പേര് പറഞ്ഞ് എത്രയധികം അക്രമങ്ങൾ കേരളത്തിലുണ്ടായി. ഇതൊക്കെ നടത്താനും ഇതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കി ആസൂത്രിതമായി ഗോൾഡൻ ചാൻസിലൂടെ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന BJP-യുടെ രാഷ്ട്രീയമുണ്ട്. അവിടെ നമ്മുടെ നാട്ടിലെ സഹിഷ്ണുതയുണ്ട്. ഇവിടെ ഈ നാട്ടിലെ ഒരു സഹിഷ്ണുതയും ഒരു മതേതരത്വമുണ്ട്. അതിനൊക്കെ പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാകരുതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. സംഭവവുമല്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായാൽ അത് വളരെ അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വളരെ നന്ദി ശ്രീ SK സജീഷ്, മുഹമ്മദ് ഷിയാസ്, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.